മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ താൽക്കാലികമായി ജാമ്യം തടഞ്ഞ ഹൈക്കോടതി നടപടിക്കെതിരെയാണ് ഹർജി ഇന്ന് തന്നെ അടിയന്തരമായി കേൾക്കണമെന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെടുക. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്ന് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച റോസ് അവന്യൂ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജി നിയായ് ബിന്ദുവിന്റെ ജൂൺ 20 ഉത്തരവ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി സുധീർ കുമാർ ജെയിൻ ജൂൺ 21 തടഞ്ഞിരുന്നു. ജാമ്യം തടയണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ വിധി പറയും വരെ വിചാരണ കോടതിയുടെ ഉത്തരവ് മാറ്റിവെച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. 3 ദിവസത്തിനകം ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരിക്കെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കുറ്റകൃത്യത്തിൽ കെജ്രിവാളിന്റെ പങ്കിനെക്കുറിച്ച് തെളിവുകൾ ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത്. കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് ഇഡിയുടെ വാദം. 24 ഡൽഹി.